നമസ്കാരം. ഉമർ ഖാലിദ്, ഷാർജിൽ ഇമാം, ഈ രണ്ട് പേരുകൾ ഭാരതീയർക്ക് പരിചിതമായ രണ്ട് ജിഹാദികളുടെ പേരുകളാണ്. ഈ രണ്ടാളുകളും ജയിലഴിക്കുള്ളിലായിട്ട് തടങ്കലിലായിട്ട് കാലങ്ങളേറെയായി, ഏതാണ്ട് 6 വർഷങ്ങൾ കഴിയുന്നു. ഇവർക്ക് ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ, ഇവർക്കായിട്ടുള്ള ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ വൻ ശക്തികൾ, വൻ തോക്കുകളെന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ആളുകൾ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇവരെന്ന് ജയിലറയ്ക്കുള്ളിലായോ അന്ന് മുതൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ, അവരെ പുറത്തു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. പക്ഷേ കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഇവർക്ക് ജാമ്യം സുപ്രീം കോടതി വരെ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവരുടെ കേസിൻ്റെ കാര്യം പ്രേക്ഷകർക്കറിയാം. 2020 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെതിരെയുള്ള കലാപങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുവാനുള്ള പ്രേരണ യുവാക്കൾക്ക് നൽകുകയും ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്ത കുറ്റകൃത്യങ്ങൾക്കാണ് ഈ രണ്ട് ജിഹാദികളും ഇപ്പോൾ തടങ്കലിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യമെന്നുള്ളത് സ്വാഭാവികമായൊരു പ്രക്രിയ അല്ല എന്നാണ് സുപ്രീം കോടതിയുടെ പോലും നിരീക്ഷണം. ഇന്ന് ഡൽഹി സെഷൻസ് കോർട്ട് അവരുടെ അടുത്ത ജാമ്യാപേക്ഷയും തള്ളിയിരിക്കുകയാണ്. അവർ തടങ്കലിൽ തന്നെ തുടരും. ഇവർ തടങ്കലിൽ തുടരുന്നു, ജാമ്യം നിഷേധിക്കപ്പെടുന്നു ഇവർക്ക് എന്നുള്ളത് ഇപ്പോൾ ഒരു വാർത്തയെ അല്ലാതായിരിക്കുന്നു. ഇവർ ജിഹാദികളാണെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെയുള്ള വിശ്വാസം കോടതികൾക്കും വന്നിട്ടുണ്ട് എന്ന് വേണം കരുതുവാൻ. പറയുവാനുള്ളത്, ഇവരുടെ ഈ ജാമ്യ ശ്രമങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. തുടരെ ഇവർക്ക് വേണ്ടി ജാമ്യത്തിന് അപേക്ഷിക്കുവാനും സുപ്രീം കോടതിയിൽ വരെ ഇവരുടെ കേസുകൾ വാദിക്കുവാൻ വില കൂടിയ അഭിഭാഷകരെ കൊണ്ടുവരുവാനും ഇവർക്ക് പിന്നിലുള്ള ശക്തികൾ ആരാണ്? ജിഹാദികൾ തന്നെയാണ്. തന്നെയുമല്ല, പക്ഷേ പ്രത്യക്ഷത്തിൽ ഇവർക്ക് വേണ്ടി വാദിക്കുവാൻ വരുന്നത് ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളായ വക്കീലന്മാരും സാമൂഹ്യ പ്രവർത്തകരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇടത് ആവാസ വ്യവസ്ഥ, ജിഹാദികൾക്ക് കുഴലൂതി ജീവിക്കുന്ന ഇടത് ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ളവരുമാണ്. എന്തുകൊണ്ട് അവരിതിന് വരുന്നു, ഈ തരത്തിലൊരു പ്രവൃത്തിക്ക് മുന്നോട്ട് ഇറങ്ങുന്നു എന്ന് ചോദിച്ചാൽ ജിഹാദികളോടുള്ള കൂറ് എന്ന് മാത്രമാണ് അതിൻ്റെ ഉത്തരം. ഇവരുടെ ഒരു പ്രവർത്തന രീതി ഒന്ന് പരിശോധിക്കുന്നത് കൗതുകകരമായിരിക്കും. പ്രേക്ഷകർക്കും അത് ഒരല്പം അറിവ് തരുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. അറിവ് പകർന്നു തരുവാൻ ഞാൻ വലിയ പണ്ഡിതനാണ് എന്നല്ല പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇവരുടെ ഒരു പ്രവർത്തന രീതിയുണ്ടല്ലോ, അത് പലപ്പോഴും സാധാരണക്കാർ കാണാതെ പോകുന്നൊരു കാര്യമാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് എന്താണ്? ഷാർജിൽ ഇമാം, ഉമർ ഖാലിദ്, ഇവർ രണ്ടുപേരും ജിഹാദികളാണ്. അവരെ നമ്മുടെ നിയമവ്യവസ്ഥ പിടിച്ച് തടങ്കലിൽ ആക്കിയിരിക്കുന്നു. അവർക്ക് വേണ്ടി ജാമ്യത്തിന് ശ്രമിക്കുവാൻ നിരവധി ആളുകൾ മുന്നിട്ടിറങ്ങുന്നു. ജാമ്യാപേക്ഷകൾ നിരന്തരമായി തള്ളപ്പെടുന്നു. അതിനും അപ്പുറത്തേക്ക് ഇതിന് പിന്നിൽ ചില കളികളുണ്ട്, ചില കരുനീക്കങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ അപേക്ഷ, ഇന്ന് ഡൽഹി സെഷൻസ് കോടതി തള്ളിയ ജാമ്യാപേക്ഷ, ഇത് അവർ സമർപ്പിച്ചിട്ട് 1 മാസമായി എന്ന് കരുതുക, ഒരു കാലയളവ്. ഇവരെപ്പോൾ ആ ജാമ്യാപേക്ഷ സമർപ്പിക്കുവാൻ തീരുമാനിക്കുന്നു, അതിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 ആഴ്ചകൾക്ക് മുമ്പെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉമർ ഖാലിദ് ജയിലിലായിട്ട് ഇത്ര ദിവസം, കണ്ണീരണിഞ്ഞ കുറേ കഥനകഥകൾ, ഷാർജിൽ ഇമാം ജയിലിലായിട്ട് ഇത്ര ദിവസം, ഉമർ ഖാലിദിൻ്റെ കാമുകി ഉമർ ഖാലിദിനെ കാത്ത് കണ്ണീരോടെ ഇരിക്കുന്നു, അവൾ 6 വർഷമായി ഗർഭിണിയാണ്, തുടങ്ങിയ കഥകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒപ്പം മറ്റ് മാധ്യമങ്ങൾക്കൊന്നും ലഭിക്കാത്ത ഉമർ ഖാലിദിൻ്റെ ഒരു അഭിമുഖം, അല്ലെങ്കിൽ ഷാർജിൽ ഇമാമിൻ്റെ ഒരു അഭിമുഖം, ഇവിടെ അതിൻ്റെ ഒരു രത്നച്ചുരുക്കം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആന്തരികാർത്ഥം, ഭാരതത്തിൽ ഇസ്ലാമിസ്റ്റുകൾക്ക്, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾക്കെന്നാൽ അവർ പച്ചയ്ക്ക് പറയില്ല, മുസ്ലിങ്ങൾക്ക് ജീവിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ തടവിലായിട്ട് 6 വർഷങ്ങളായി. പുറത്തോട്ടുള്ള സാധാരണ ജീവിതത്തെ സംബന്ധിച്ചുള്ള ചിന്തകളും സ്വപ്നങ്ങളും തന്നെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വളരെ കഠിനമാണ് എൻ്റെ ജീവിതം എന്നുള്ള രീതിയിൽ ഒരു കഥനകഥ അഭിമുഖത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരും. അത് ഉമർ ഖാലിദിൻ്റെ ആകട്ടെ ഷാർജിൽ ഇമാമിൻ്റെ ആകട്ടെ വളരെ ആസൂത്രിതമായൊരു പ്രക്രിയയാണ്. പടിപടിയായി ഒരു ആഖ്യാനം ഇങ്ങനെ അവർ കെട്ടിപ്പടുക്കും. ജാമ്യാപേക്ഷ തള്ളും, ആ ആഖ്യാനങ്ങളെല്ലാം തകർന്നു വീഴും. അവർ നിരാശരാവുകയില്ല. അതാണ് അവരോട് എനിക്ക് ബഹുമാനമുള്ള ഏക കാര്യം. കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയധികം ഒരു ലക്ഷ്യബോധം അവർക്ക് ഒരിക്കലും ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഉണ്ടാകുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ജിഹാദികൾക്ക് അതുണ്ട്. ഇവരെ പുറത്തിറക്കുക എന്നുള്ള ലക്ഷ്യബോധം. അടുത്ത ജാമ്യാപേക്ഷയുടെ സമയത്തും ഇതേ ക്രമഘടനയോടുകൂടി തന്നെ, ഇതേ ആസൂത്രണ
സ്വഭാവത്തോടുകൂടി തന്നെ ഇതേ ആത്മാർത്ഥതയോടുകൂടി തന്നെ അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ മുന്നോട്ട് പോകും. ഇത്തരത്തിലുള്ള ഒരു ആഖ്യാന സൃഷ്ടിയിൽ മാത്രം ഒതുങ്ങുന്നില്ല കാര്യങ്ങൾ. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഭീകരാക്രമണം വരികയാണെങ്കിൽ അടിസ്ഥാനപരമായ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘടനയിൽ വരെ അല്ലെങ്കിൽ മനുഷ്യാവകാശ സമിതിയിൽ വരെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ജിഹാദികൾക്ക് കയറിക്കൂടുവാൻ സാധിച്ചുവെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടയിൽ പൊളിറ്റിക്കൽ ലോബിയിങ് നടത്തുവാനായിട്ട്, രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തുവാനായിട്ടുള്ള ലോബിയിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് മാഗ്നറ്റുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് മാഗ്നറ്റുകളെ ഭാരതത്തെക്കാൾ കാര്യക്ഷമതയോടുകൂടി സൃഷ്ടിച്ചെടുക്കുവാൻ 2014 വരെ പാകിസ്ഥാനെ പോലുള്ളൊരു ജിഹാദി പക്ഷത്തിന് അല്ലെങ്കിൽ ഒരു ഭീകരവാദ രാഷ്ട്രത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ആസൂത്രിതമാണ്, എത്രത്തോളം ഏകീകൃതമാണ് ഭാരതത്തിലുള്ളതും പാകിസ്ഥാനിലുള്ളതും അമേരിക്കയിലുള്ളതും പാരീസിലുള്ളതും എവിടെയുള്ളതുമായ ജിഹാദികളുടെ, എന്തിന് ന്യൂയോർക്കിലുള്ള സൊറാൻ മംദാനി വരെയുള്ള ജിഹാദികളുടെ പ്രവർത്തനമെന്ന് ആലോചിച്ച് നോക്കുക. സൊറാൻ മംദാനിയുടെ പേര് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ഉമർ ഖാലിദ് നിന്നെ ഞാൻ എന്നും ഓർക്കാറുണ്ട് എന്നൊരു പ്രണയലേഖനം ഉമർ ഖാലിദ് എന്നൊരു ജിഹാദിക്ക് വേണ്ടി ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായിട്ടുള്ള, നഗരപിതാവായിട്ടുള്ള സൊഹറാൻ മംദാനി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ശൃംഖല നിസ്സാരമല്ല, അത്ര ദുർബലവുമല്ല. അതിശക്തമായൊരു ശൃംഖലയാണ് ഇവരുടേത്. ആ ശൃംഖലയ്ക്ക് ഇപ്പോൾ തുടരെ പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണം നരേന്ദ്രമോദി സർക്കാരിന് കീഴിലുള്ള അന്വേഷണ സംഘങ്ങൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യം കൃത്യമായും കാര്യക്ഷമമായും ഇത്തരത്തിൽ ഉള്ള ജിഹാദികളെ വേട്ടയാടുന്നതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കോൺഗ്രസ് ഭരണകാലമായിരുന്നെങ്കിൽ ഈ ജിഹാദികൾ സ്വതന്ത്രരായി ഇതിനു മുൻപേ ചിക്കൻ നെക്ക് ഭാരതത്തിൻ്റെ കയ്യിൽ നിന്ന് വെട്ടിമുറിച്ച് മാറ്റി ചൈനയ്ക്ക് നൽകുവാനുള്ള ആസൂത്രണങ്ങൾ തുടങ്ങുകയും ചെയ്തതിന്, പദ്ധതികൾ പലതും നടപ്പാക്കി കഴിയുകയും ചെയ്തതിന്. അരുണാചൽ പ്രദേശ് ചൈനയ്ക്ക് വിട്ടുകൊടുക്കുവാൻ ആലോചിച്ച നെഹ്റുവിൻ്റെ പിൻഗാമികളായ വ്യാജഗാന്ധി കുടുംബത്തിന് അതിലൊന്നും ഒരു തരിമ്പ് വേദന പോലും തോന്നുകയില്ല എന്നുള്ള കാര്യവും ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാം. പ്രേക്ഷകർക്കും ചരിത്രമറിയാവുന്ന പ്രേക്ഷകർക്ക് അത് ബോധ്യമാകുമെന്ന് തന്നെയാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ളൊരു ആസൂത്രിതമായിട്ടുള്ളൊരു ആഖ്യാന സൃഷ്ടി ഇവർക്ക് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലങ്ങളിലുള്ള പ്രമുഖരെ കൊണ്ട് ഭാരതത്തിന് മേൽ, ഭാരത സർക്കാരിന് മേൽ, ഭാരത നിയമവ്യവസ്ഥയ്ക്ക് മേൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തുവാനുള്ള ശ്രമങ്ങൾ ഇവയെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ശൃംഖലയുടെ മറ്റൊരു വിജയവും കൂടി ഞാൻ പറയാം. ഇസ്ലാമോഫോബിയ എന്നൊരു വാക്ക് അടിസ്ഥാനപരമായി പാരീസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ആദ്യം നിരോധിച്ചു. പിന്നെ ഫ്രാൻസ് ഒട്ടാകെ ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി. ഫ്രാൻസിനെ ഞാൻ എടുത്തു പറഞ്ഞത് എൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ ഫ്രാൻസിൻ്റെ ഭരണഘടനയും ഫ്രാൻസിൻ്റെ നിയമവ്യവസ്ഥയും ഇത്രയധികം ആളുകളോട് സൗഹാർദ്ദപരമായി ഒരു അയഞ്ഞ മനോഭാവത്തോടുകൂടി പൊതുജനങ്ങൾക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവകാശമുണ്ട്, അതവർക്ക് അനുവദിച്ചു കൊണ്ടുള്ള ഭരണമാണ് യഥാർത്ഥ ജനാധിപത്യമെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു ഭരണ സംവിധാനം ലോകത്ത് തന്നെയില്ല. അമേരിക്കയുടെ ഭരണഘടനയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യം, ആയുധം കൈവശം വയ്ക്കുവാനുള്ള പൗരൻ്റെ അവകാശം, ഈ 2 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അമെൻമെൻറ്റ്, ആദ്യത്തെയും രണ്ടാമത്തെയും ഭരണഘടനാ ഭേദഗതി ഉള്ളത് കൊണ്ട് മാത്രം മറ്റ് പല നിയമങ്ങളും വളരെ ഒരു കാലഹരണപ്പെട്ട നിയമങ്ങളാണ്. അല്ലെങ്കിൽ ഭരണഘടന എന്നുള്ളത് അമേരിക്കയുടെ ഒരു കാലഹരണപ്പെട്ട ഭരണഘടനയാണ്. ഭാരതത്തിൻ്റെ ഭരണഘടനയിലും പല വ്യവസ്ഥകളും എടുത്തു മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അത് ഭരണഘടനാ സംബന്ധിയായിട്ടുള്ള മറ്റ് ചർച്ച നടക്കുന്ന മറ്റൊരവസരത്തിൽ നമുക്ക് കൂടുതൽ വിശദമായി വിശകലനം ചെയ്യാം. തിരികെ ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രത്തിലേക്ക് വന്നാൽ ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഫ്രാൻസിലെ ഭരണകൂടത്തെ ചിന്തിക്കുവാൻ ഇവർ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു സംഘടിത ശക്തി എത്രത്തോളമായിരിക്കണമെന്നുള്ളത് പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കുക. അതിനവർ പല മാർഗ്ഗങ്ങളും ഉപയോഗിക്കും. സമാധാനത്തിൻ്റെ മാർഗ്ഗം ഉപയോഗിക്കും, നയതന്ത്രത്തിൻ്റെ മാർഗ്ഗം ഉപയോഗിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് അവരുടെ സംഘടിതമായ ശക്തി ക്രമാതീതമായി പെറ്റുപെരുകി വർദ്ധിച്ചിട്ടുണ്ട്. ഒരു കൃത്യമായ സംഖ്യ, ഒരു 33% ആ പ്രദേശത്തെ ഒരു ആവാസ വ്യവസ്ഥയെ അവർ സ്വാധീനിക്കുന്ന തരത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ, ഒരു ജനസംഖ്യാനുപാതത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ തെരുവിലിറങ്ങി അക്രമം കാട്ടി ഭരണകൂടത്തെ ഭയപ്പെടുത്തിയും അവരുടെ വഴിക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കും. അതാത് അവസരങ്ങളിൽ അതാത് തന്ത്രങ്ങൾ ഉപയോഗിക്കുവാൻ കാലങ്ങളായി 1400 വർഷങ്ങളായി തുടർച്ചയായുള്ള പ്രവൃത്തികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ശ്രമങ്ങളിലൂടെയും ശീലിച്ചെടുത്ത് അത് രക്തത്തിൽ അലിയിച്ച് കൊണ്ട് നടക്കുന്ന ജിഹാദികളുടെ ഈ ഒരു ശൃംഖല ഷാർജിൽ ഇമാമിനും ഉമർ ഖാലിദിനും വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിരവധി ആഖ്യാനങ്ങൾ, നിരവധി
വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ അവരുടെ കഥനകഥകൾ, അവരുടെ കാമുകിമാരുടെ കഥനകഥകൾ, കാമുകിമാരുടെ കാമുകന്മാരുടെ കഥനകഥകൾ, കാമുകന്മാരുടെ കാമുകിമാരുടെ കഥനകഥകൾ, അവരുടെ പിതാക്കന്മാരുടെ കഥനകഥകൾ, സുഹറാൻ മംദാനി ഷാർജിൽ ഇമാമിന് കൂടി അടുത്ത പ്രേമലേഖനം എഴുതിയ കഥ, ഷാർജിൽ ഇമാം തിരിച്ച് ഉമർ ഖാലിദിൻ്റെ ഒരു പ്രേമലേഖനം എഴുതിയ കഥ, കണ്ണീരണിഞ്ഞ നിരവധി കഥകളും ആഖ്യാനങ്ങളും തുടരെ തുടരെ നമ്മുടെ മുൻപിൽ വന്നുകൊണ്ടിരിക്കും. ആ ആഖ്യാനങ്ങൾ നിരന്തരമായി അനസ്യൂതം നമ്മുടെ മുൻപിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ രണ്ട് ജിഹാദികളും അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ളൊരു ശ്രമം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങളുടെ, ഇത്തരത്തിലുള്ള കഥനകഥകളുടെ എണ്ണവും കുത്തൊഴുക്കും വർദ്ധിച്ച് തന്നെ വരും. ഈ ഒരു രീതി, പ്രവർത്തന രീതി പ്രേക്ഷകരൊന്നും മനസ്സിലാക്കി വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വിഷയം കയ്യിലെടുത്തത്. അല്ലാതെ അവരുടെ ജാമ്യാപേക്ഷ തള്ളിപ്പോയി എന്നുള്ളതൊരു വാർത്തയെ അല്ലാതായിരിക്കുന്നു. തത്വമയി ന്യൂസ് അത് വാർത്ത ചെയ്തതാണെങ്കിൽ കൂടി അതൊരു ബ്രേക്കിംഗ് ന്യൂസേ അല്ലാതായിരിക്കുന്നു. കാരണം കാലാകാലങ്ങൾ ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങരുത് എന്നുള്ള തരത്തിൽ അകത്ത് കിടക്കേണ്ടവരാണ്. ഇവരുടെയൊക്കെ കാര്യത്തിൽ മനുഷ്യാവകാശം എന്നുള്ളത് പ്രസക്തമേ അല്ല. ഇവരുടെ കാര്യത്തിൽ അത് ആപ്ലിക്കബിളേ അല്ല, നോട്ട് ആപ്ലിക്കബിൾ എന്ന് തന്നെ എഴുതണം. കാരണം മനുഷ്യാവകാശം എന്നുള്ളത് മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ജിഹാദികൾ മനുഷ്യരെ അല്ല, ഹീനരായ മ്ലേച്ഛരായ മൃഗങ്ങൾക്കും താഴെയുള്ള മറ്റെന്തോ ജന്മങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടത് ഒരു വാർത്തയല്ല. പക്ഷേ അവരുടെ ജാമ്യാപേക്ഷയ്ക്ക് പിന്നിലുള്ള കരുനീക്കങ്ങൾ, കളികൾ, ഇവ പ്രസക്തം തന്നെയാണ്. ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.